ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന സ്ട്രക്ചർ നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോഴാണ് വാസ് ഉപയോഗിക്കുന്നത്. വെയർ പ്ലൂറൽ ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോഴാണ് വെയർ ഉപയോഗിക്കുന്നത്. ഇനി വാസും വെയറും എഴുതി കഴിഞ്ഞാൽ വെർബിന്റെ ing ഫോമാണ് വരുന്നത്. റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, സിംഗ് ആണെങ്കിൽ സിംഗിങ്. നോക്കൂ, അതിന്റെ എക്സാമ്പിൾ ഹി ആണെങ്കിൽ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ വാസ് എന്ന് പറയുന്ന സിംഗുലർ വന്നു. ഹി വാസ് റൈറ്റിംഗ്. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. വെയർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ദേ വെയർ റൈറ്റിംഗ്. അപ്പൊ ഹി വാസ് റൈറ്റിംഗ്, ദേ വെയർ റൈറ്റിംഗ്. ഇനി ഇതിൽ വരുന്ന വേർഡുകൾ എന്ന് പറയുന്നത് നോക്കിയേ. യെസ്റ്റർഡേ നമ്മൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിൽ വരുമെന്ന് പറഞ്ഞു. ഇത് അല്ല നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് എടുക്കേണ്ടത്. മറ്റൊരു പ്രധാന പോയിന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ട് ടെൻസുകൾ ചേർന്നായിരിക്കും വരുന്നത്. ആ രണ്ട് ടെൻസുകൾ എന്ന് പറയുന്നത് ഒന്ന് സിമ്പിൾ പാസ്റ്റ് വരും. ഒരു ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആയി. അതിന്റെ കൂടെ വരുന്ന മറ്റൊന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസും ആയിരിക്കും. പാസ്റ്റ് കണ്ടിന്യൂസും നമ്മൾ ഇത് എഴുതണം. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്ട് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ ഏത് വരാം? സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing വരാം. സിമ്പിൾ പാസ്റ്റ് കൊടുക്കുന്നത് അത് ഏത് വരുമ്പോഴാണെന്നറിയാമോ? ഷോർട്ട് ആക്ഷൻ വരുമ്പോഴാണ്. ഷോർട്ട് ആക്ഷൻ അങ്ങനെ നമുക്ക് കൊടുക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതെപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ലോങ് ആക്ഷൻ വരുമ്പോഴും. അപ്പൊ ഇത് മനസ്സിലാക്കണം. ലോങ് ആക്ഷൻ എന്താണ്? ലോങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ദീർഘമായ പ്രവൃത്തി. എന്താണ് ഷോർട്ട് ആക്ഷൻ എന്ന് പറയുന്നത്? ഹ്രസ്വമായ പ്രവൃത്തി. അപ്പൊ രണ്ട് പ്രവൃത്തികൾ ഒരു സെന്റൻസിൽ വന്നാൽ അതിലൊന്ന് ദീർഘമായ പ്രവൃത്തിയും മറ്റൊന്ന് ഹ്രസ്വമായ പ്രവൃത്തിയുമാണെങ്കിൽ ദീർഘമായ പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസിലും ഹ്രസ്വമായ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലും കൂടെ. ഒരു എക്സാമ്പിൾ, ഞാൻ ഇന്നലെ വീട്ടിൽ ചെല്ലുമ്പോൾ മഴ പെയ്യുകയായിരുന്നു. രണ്ട് ആക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നു എന്നുള്ളതും മഴ പെയ്യുകയായിരുന്നു എന്നുള്ളതും. നോക്കൂ, വാസ് പ്ലസ് വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്. റീച്ച്ഡ് എന്നുള്ളത് V2 സിമ്പിൾ പാസ്റ്റ്. എന്നാൽ ഞാൻ ചെല്ലുന്നതിന് മുമ്പേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോഴും മഴ പെയ്യുന്നുണ്ട്. അത് ദീർഘമായ പ്രവൃത്തിയാണ്. ഇത് ലോങ് ആണ്. ഈ കൊടുത്തിരിക്കുന്നത് ഷോർട്ട് ആണ്. ആ ലോങ് ആക്ഷൻ എന്തിൽ കൊടുത്തു? പാസ്റ്റ് കണ്ടിന്യൂസിലും കൊടുത്തു. ഷോർട്ട് ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും കൊടുത്തു. അപ്പോൾ നമുക്കിനി ചോദ്യം ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. I dashed in the park yesterday when I met an old friend. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന കാര്യം നോക്കാം. ഇവിടെ yesterday ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. when I met V2 ആണ്. I എന്നുള്ളത് സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് V2. അപ്പോൾ ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മൾ പഠിച്ചതനുസരിച്ച് ഒരു ടെൻസ് വരാൻ വേറെയും വരാം. അപ്പോൾ ഇവിടെ വരുന്നത് ലോങ് ആക്ഷൻ വരാം. അപ്പൊ ലോങ് ആക്ഷനകത്ത് നമുക്ക് നോക്കൂ, വാസ് വാക്കിംഗ്. ലോങ് ആക്ഷൻ ഏതിൽ വരണം? പാസ്റ്റ് കണ്ടിന്യൂസിൽ വരണം. പാസ്റ്റ് കണ്ടിന്യൂസ് വരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വരണം? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. ഇത്രയും. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? I ആണ്. നോക്കൂ, I വാസ് വാക്കിംഗ്. ഇത് ആൻസർ വരാം. ഇവിടെ വേർ ആണ് വന്നിരിക്കുന്നത്. ഐയുടെ കൂടെ വേർ വരത്തില്ല. ഇവിടെ ആം വാക്കിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആ വരത്തില്ല. I ഹാവ് ബീൻ വാക്കിംഗ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആ വരും. അപ്പൊ ആൻസർ വരുന്നത് വാസ് വാക്കിംഗ്. ചേർത്ത് വായിച്ചാൽ I വാസ് വാക്കിംഗ് ഇൻ ദ പാർക്ക് യെസ്റ്റർഡേ when I met an old. She dashed when I entered the room. When I entered the room. തന്നിരിക്കുന്ന ക്ലോസ് ഇവിടെ മുതലാണ് നമുക്ക് തന്നിരിക്കുന്ന പൂർണ്ണമായിട്ടുമുള്ളത്. I entered the room. entered എന്നുള്ളത് V2 ആണ്. അപ്പൊ V2 വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്ത് വരാം? പാസ്റ്റ് കണ്ടിന്യൂസ് വരാം. പാസ്റ്റ് കണ്ടിന്യൂസ് വരണമെങ്കിൽ എന്തൊക്കെ വരണം? വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. ആരാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ഷീ ആണ്. ഇനി നോക്കൂ, ഈ സിംഗിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് വരത്തില്ല. വിൽ ബി സിംഗിങ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, വരൂല. ഹാസ് ബീൻ സിംഗിങ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരത്തില്ല. വാസ് സിംഗിങ്. അപ്പൊ അതാണ്. She was singing when I entered the room. When he dashed the road, a car knocked him down. Knocked എന്നുള്ളത് V2 ആണ്. ഷോർട്ട് ആക്ഷൻ ആണ്. അപ്പൊ ഇപ്പുറത്ത് വരാവുന്നത് ലോങ് ആക്ഷൻ. വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. ഹി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് നോക്കണം. അപ്പൊ നോക്കൂ, ഇവിടെ ക്രോസ് സിമ്പിൾ പ്രസന്റ് വരത്തില്ല. ക്രോസിംഗ് മാത്രമായിട്ട് ഒരു ടെൻസ് ഇല്ല. വാസ് ക്രോസിംഗ് ആൻസർ വരാം. ഹി വാസ് ക്രോസിംഗ്. പിന്നെ ഈസ് ക്രോസിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് വരത്തില്ല. അപ്പൊ ആൻസർ വരുന്നത് വാസ് ക്രോസിംഗ്. വെൻ ഐ entered the room, the cat dashed in my chair. entered എന്നിവിടെ തന്നിട്ടുണ്ട്. entered ഏതാണ്? V2 ആണ്. V2 വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing വരണം. വാസ് വരുന്നത് ഒരു ഓപ്ഷനിലേ ഉള്ളൂ, വാസ് സ്ലീപ്പിംഗ്. ഇത് ഒന്നും വരില്ല എന്ന് മനസ്സിലായി.